ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യാറുള്ള 3 പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ 3 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക. പോക്കിടലോട്ട് കിടക്കാം. ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ 3 ഉണ്ട്. ഈ 3 എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് ഒരു ടീനേജേഴ്സിന് എബോ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതിനുശേഷം 24 ഏജിന് എബോ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. അവസാനം ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസും പറയാം. ആദ്യമേ നോക്കാം ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഏതാന്ന് വെച്ചാൽ വിറ്റാമിൻ സി. എല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതും വൺ ഓഫ് ദി മോസ്റ്റ് എൻജോയ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ സ്കിൻ ബ്രൈറ്റ്നസ് നമ്മൾ നോക്കാറുണ്ട്, അതുപോലെ പിമ്പിൾസിന്റെ മാർക്ക് മാറ്റാനെന്ന് പറയാറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ തൊട്ട് എക്സ്ഫോളിയേഷൻ വരെ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്ത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ വിറ്റാമിൻ സി എന്താണ്? വിറ്റാമിൻ സി എന്ന് വെച്ചാൽ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. യൂണിവേഴ്സ് അല്ലെങ്കിൽ ഫുൾ എൻവയോൺമെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. നമ്മുടെ സൺറൈസിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലോട്ട് വരുമ്പോഴത്തേക്ക് സ്കിന്നിനെ അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും ഈ ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞു നിർത്തുന്ന ആൾക്കാരാണ് ആന്റി ഓക്സിഡന്റ്. ഇത് നമ്മുടെ സ്കിന്നിന് നമ്മൾ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യും. അതല്ല, നമ്മൾ കഴിക്കാറുണ്ട് ഫ്രീ റാഡിക്കൽസ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ കളയാനായിട്ട് നമ്മൾ ആന്റി ഓക്സിഡൻസ് കഴിക്കാറുണ്ട്. അതല്ലാതെ വേറെയും കുറെ ആന്റി ഓക്സിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുള്ള ഗ്ലൂട്ടാതയോൺ ഒക്കെ വൺ ഓഫ് ദി ആന്റി ഓക്സിഡന്റ് ആണ്. നയാസിനമൈഡ് ഒരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇതെല്ലാം ആന്റി ഓക്സിഡന്റ് വരുന്ന സാധനമാണ്. പക്ഷെ വിറ്റാമിൻ സി ഇൻ പെർട്ടിക്കുലർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വൺ ഓഫ് ദി പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് വിറ്റാമിൻ സി. അപ്പൊ അത് മാത്രമല്ല, സ്കിൻ കെയറിൽ നമ്മൾ സെറത്തിന്റെ ഫോമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റും വിറ്റാമിൻ സി ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ആന്റി ഏജിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ ആന്റി ഏജിങ് സൈൻസും ഫൈൻ ലൈൻസും പിമ്പിൾസും ഒക്കെ വരുന്നത് സൺ ഡാമേജ് കാരണമാണ്. അതിനെ തടയാനായിട്ടാണ് നമ്മൾ ഈ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ വിറ്റാമിൻ സി എലോൺ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിനെന്താ റീസൺ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണെങ്കിൽ പോലും ഇത് സണ്ണിന്റെ പ്രസൻസിൽ ചിലപ്പോൾ ഇത് ഓക്സിഡൈസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. വിറ്റാമിൻ സി എലോൺ ആയിട്ടല്ല ആന്റി ഏജിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വിറ്റാമിൻ സി പ്ലസ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴാണ് ആന്റി ഏജിങ്ങിന് അത് ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്. ഈ ചില സമയങ്ങളിൽ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ നമ്മൾ വിറ്റാമിൻ സി സണ്ണിന്റെ പ്രസൻസിൽ വിത്തൗട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മൾ അച്ചാർ എടുത്തോ, അച്ചാർ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രോപ്പർ ആയിട്ട് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ എണ്ണ അധികം ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാകത്തില്ല. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ വിറ്റാമിൻ സിയിലും വരുന്നത്. വിറ്റാമിൻ സി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് ഭയങ്കര പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് വിറ്റാമിൻ സി. അതുകൊണ്ടാണ് സൺസ്ക്രീൻ പ്രസൻസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതല്ലാണ്ട് വിറ്റാമിൻ സി അപ്പം പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പൊ ചെയ്യും വിറ്റാമിൻ സി അത്ര നല്ല ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സൺസ്ക്രീനിന്റെ പ്രസൻസിൽ യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് സണ്ണിന്റെ പ്രസൻസിൽ പെട്ടെന്ന് നശിച്ചു പോകുമെങ്കിലും ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞു നിർത്താനായിട്ട് ഈ സംഭവത്തിന് ഈ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിൽ നിന്ന് വരുന്ന റാഡിക്കൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ആവശ്യമാണ്. വിറ്റാമിൻ സിയും സ്കിന്നിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീനും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ സി സൺസ്ക്രീനിന്റെ പ്രസൻസിൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ സമയങ്ങളിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാം? നിങ്ങൾ ഒരു 18 ഏജിന് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ സ്കിന്നിൽ വിറ്റാമിൻ സി അലർജീസോ സെൻസിറ്റിവിറ്റിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റിലൂടെ നോക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മുഖത്ത് ഒരുപാട് മൂക്കുരു ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഫേസിൽ മൂക്കുരു ഉള്ള ആൾക്കാരാണെങ്കിൽ വിറ്റാമിൻ സി അവർക്ക് അത്ര നല്ലതല്ല. ഈവൻ ദോ വിറ്റാമിൻ സി ഒരു നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണെങ്കിലും നമ്മൾ സ്കിൻ കെയറിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാകും. pH ബാലൻസ് ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ സ്കിന്നിൽ ചെറിയ ഇറിറ്റേഷൻസ് വിറ്റാമിൻ സി തരും. അതുകൊണ്ടാണ് നമ്മൾ സെൻസിറ്റീവ് സ്കിൻകാർക്കും അതുപോലെ തന്നെ ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാരും വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമുലേഷൻ ശ്രദ്ധിച്ചിട്ട്, ആക്റ്റീവ് ആക്നെയുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യരുത്. അല്ലാത്ത ആൾക്കാർ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ വേറെ ഫോർമുലേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരു ഐക്കാർഡിൽ ഒരു വീഡിയോ കൊടുക്കാം. അത് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് അതും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് വിറ്റാമിൻ സി ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. സൺറൈസിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസിനെ തടയാനായിട്ട് ഏറ്റവും പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് വിറ്റാമിൻ സി. അതുകൊണ്ടാണ് അത് ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാവർക്കും പ്രഗ്നൻസി, ലാക്ടേഷൻ, ടീനേജേഴ്സ്,
മീൻസ് ടീനേജ് 18 ഏജിന് എബോ ഉള്ള ആൾക്കാർക്കൊക്കെ വിറ്റാമിൻസ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ 20% ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. എപ്പോഴും 5% വിറ്റാമിൻസിലോ അതല്ലെങ്കിൽ വിറ്റാമിൻ സി മോയ്സ്ചറൈസേഴ്സിലോ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതാണ് നല്ലത്. എന്നാലും നമുക്ക് 20-30% വിറ്റാമിൻ സി ആവശ്യമൊന്നുമില്ല. മാക്സിമം 15% വരെയൊക്കെ മതി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു പരിധി വരെയുള്ള സൺ ഡാമേജ് കാരണം ഉണ്ടായ ഡാർക്ക് സ്പോട്ട് മാറ്റാനും വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ പിമ്പിൾ മാർക്സ് മാറ്റാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. അതും എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ DIY വിറ്റാമിൻ സി സെറംസ് യൂസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ഈ പറയുന്ന ആന്റി ഏജിങ് ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ വിറ്റാമിൻ സി ടോണിക് ആയിട്ട് കുടിച്ച ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മതിയോ, അത് ഹെൽപ്ഫുൾ ആവില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ പെർട്ടിക്കുലർ സ്കിന്നിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലും ബോഡിയിലും എത്താൻ, പ്രത്യേകിച്ചും സ്കിന്നിൽ എത്തുന്നത് ലാസ്റ്റിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനഫ് വിറ്റാമിൻ സി ഒരിക്കലും നമ്മുടെ ബോഡി ഹെൽത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാത്രമേ സ്കിന്നിൽ എത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ ടോപ്പിക്കലായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻസ്. അത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്നാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. ആക്റ്റീവ് ആക്നെ ഉള്ളവർ വിറ്റാമിൻ സി യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ആണ് നിങ്ങൾ ആന്റി ഏജിങ് എന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ഇത് ആന്റി ഏജിങ്ങിന് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു നല്ല രീതിയിൽ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് കൊളാജൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്രിക്സ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്രിക്സ് ആണ് കൊളാജൻ. അതായത് നമ്മുടെ സ്കിന്നിന് എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് ആ ബ്രിക്കിനാണ് നമ്മൾ കൊളാജൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഏജ്, ഡെഫിനറ്റ്ലി 24 ഏജും 25 ഏജ് ഒക്കെ എബോ ആകുമ്പോഴത്തേക്ക് ആ കൊളാജൻ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അത് ബൂസ്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ റെറ്റിനോൾ ബോഡിയിലോട്ട് എടുക്കുന്നത്. എന്താണ് റെറ്റിനോൾ എന്ന് വെച്ചാൽ വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. റെറ്റിനാൾഡിഹൈഡ്, റെറ്റിനോയിഡ്സ് അങ്ങനെ ഒരുപാട് പേരിൽ കാണപ്പെടുന്ന സാധനമാണ് റെറ്റിനോൾ. പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു 24 ഏജ്, അതായത് ശക്തിമാനും ബ്രിഗേമും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റിയ ടൈം ഏതാണ്? നൈറ്റ്. നേരത്തെ നമ്മൾ വിറ്റാമിൻ സി പറഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമെങ്കിൽ റെറ്റിനോൾ എപ്പോഴും നമ്മൾ വൈകിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ റെറ്റിനോളിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് കൂടെയാണ്. നമ്മുടെ ഡെഡ് സ്കിന്നിനെ ഒരു പരിധിവരെ റിമൂവ് ചെയ്യാനായിട്ട് വിറ്റാമിൻ എക്ക് പറ്റും, അതായത് റെറ്റിനോൾസിന് പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതൊരു ട്രീറ്റ്മെന്റ് ഫോമിലായിരിക്കും നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാറ്. റെറ്റിനോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ട്രെറ്റിനോയിൻ അതല്ലെങ്കിൽ അഡാപ്റ്റിൻ ജെല്ലിന്റെ ഒക്കെ ഫോമിലാണ് ഇത് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നത്. മോക്കുരു വരുമ്പോഴാണ്. എങ്ങനെയാന്ന് വെച്ചാൽ റെറ്റിനോൾ ഞാൻ പറഞ്ഞില്ല എക്സ്ഫോളിയേഷൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ടും റെറ്റിനോളിന് പറ്റും. അപ്പൊ ഈ മോക്കുരു വരുമ്പോഴത്തേക്ക് നമ്മുടെ പോസ് ഒക്കെ അടഞ്ഞിരിക്കുന്നുണ്ടാവുമല്ലോ, അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കളയാനായിട്ട്, അതായത് പോസിൽ പോയി അതിന്റെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ട് റെറ്റിനോളിന് പറ്റുന്നത് കൊണ്ടാണ് മോക്കുരു മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനൊരിക്കലും ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇല്ല. മാത്രമല്ല ഇത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്ക് റെറ്റിനോയിൽ നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ വരുന്ന എപ്പോഴും 24 ഏജിന് താഴോട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളപ്പോഴായിരിക്കും ഈ റെറ്റിനോളൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി റെറ്റിനോൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഒരിക്കലും നമ്മൾ സെറത്തിന്റെ ഫോമിലോ മോയ്സ്ചറൈസറിന്റെ ഫോമിലോ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതും റെറ്റിനോൾ സിറംസും ഒരിക്കലും ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. വിറ്റാമിൻ സി വരുമ്പോൾ നിങ്ങൾക്ക് ആന്റി ഏജിങ് വിറ്റാമിൻ സിയും റെറ്റിനോളും ഒരുമിച്ച് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യുക, റെറ്റിനോൾ നൈറ്റിൽ യൂസ് ചെയ്താൽ മതി. 2 നേരം വിറ്റാമിൻ സി യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം നൈറ്റിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് റെറ്റിനോൾ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല വിറ്റാമിൻ സി നമുക്ക് ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെങ്കിൽ റെറ്റിനോൾ എപ്പോഴും നമുക്ക് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിറ്റാമിൻ സി നമുക്ക് ഡയറക്റ്റ് സ്കിന്നിൽ ഒരു ഇതല്ലാണ്ട് യൂസ് ചെയ്യാമെങ്കിൽ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് കമ്പാരിസണിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. വിറ്റാമിൻ സിയും റെറ്റിനോളും ഡ്രൈ സ്കിന്നിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്ലീൻ ഡ്രൈ ഫേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും റെറ്റിനോൾ അപ്ലൈ ചെയ്യും ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ സാനിഷ് മെത്തേഡ് അഡ്വൈസ് ചെയ്യും. അതായത് ഫസ്റ്റ് മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രേറ്റിംഗ് സിറംസോ ദെൻ റെറ്റിനോൾ വീണ്ടും മോയ്സ്ചറൈസേഴ്സ്. ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി 1 hour 3 hour
ഫേസിൽ റെറ്റിനോൾ ഇട്ടിട്ട് അത് കഴുകി കളഞ്ഞിട്ട് വീണ്ടും മോയിസ്ചറൈസർ ഇടാനായിട്ട് പറയും. ഇത് നമ്മുടെ സ്കിന്നെ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ വരും. അത് തടയാനായിട്ട് നമ്മൾ സ്കിന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്. മാത്രമല്ല റെറ്റിനോൾ എപ്പോഴും നമ്മളൊരു പീ സൈസ്ഡ് എമൗണ്ട് മാത്രമേ ഫേസിൽ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പീ സൈസ് എമൗണ്ട് എടുക്കുക. എവിടെയാണോ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കേണ്ടത് അവിടെ അപ്ലൈ ചെയ്തിട്ട് മറ്റുള്ള സ്ഥലത്തോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടുന്നതായിരിക്കും റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വേ. പിന്നെ അടുത്ത് നിങ്ങൾ പ്രഗ്നന്റോ ലാക്ടേറ്റിങ്ങോ എക്സ്പെക്ടിങ്ങോ ആണെങ്കിൽ ട്രൈയിങ്ങോ ആണെങ്കിൽ റെറ്റിനോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രൈയിങ് ആണെങ്കിൽ ഫൈൻ, പക്ഷെ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ അതുപോലെ തന്നെ നിങ്ങൾ ലാക്ടേറ്റിംഗ് ആണെങ്കിൽ റെറ്റിനോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ കയറാനും ബേബീസിനെ അഫക്ട് ചെയ്യാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രഗ്നൻസി ആയിട്ട് സമയത്ത് വിറ്റാമിൻ ടാബ്ലറ്റ്സ് പോലും അധികം അഡ്വൈസ് ചെയ്യത്തില്ല. അതേപോലെയാണ് ഈ റെറ്റിനോളിൽ സ്കിൻ കെയറിൽ നമ്മൾ അങ്ങനെ പ്രഗ്നൻസിയുടെ സമയത്ത് അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ നിങ്ങൾ അഡാപ്റ്റീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം റെറ്റിനോൾ യൂസ് ചെയ്യാൻ. അഡാപ്റ്റീനും റെറ്റിനോളും അല്ലെങ്കിൽ റെറ്റിനോളും ഒന്നും ഒരുമിച്ച് യൂസ് ചെയ്ത് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. മാത്രമല്ല നിങ്ങൾ തലേന്ന് രാത്രി റെറ്റിനോൾ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആന്റി ഏജിങ്ങിന് ഞാൻ ഈ പറയുന്ന 3 ഇൻഗ്രീഡിയന്റ് ഒരു ഭാഗത്ത്, പക്ഷെ സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സാധനമാണ്. ആന്റി ഏജിങ് തൊട്ട് നമ്മുടെ എല്ലാ സ്കിൻ കെയറിലും ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെറ്റിനോൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ കൊളാജൻ മാത്രമല്ല എല്ലാ സാധനത്തിന്റെയും ബേസിക് ഫോമിംഗ് സാധനമാണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സിന്റെ ഷോർട്ട് ചെയിനെയാണ് നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് അത് വലുതായിട്ട് പ്രോട്ടീൻസ് ഒക്കെ ആവുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് പെപ്റ്റൈഡ്സും വരുന്നത്. റെറ്റിനോൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുമെങ്കിൽ അതിനേക്കാളും ബേസിക് സാധനങ്ങൾ ഉണ്ടാക്കാനാണ് പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ അതാണ് പെപ്റ്റൈഡ്സ്. ഇത് നമ്മൾ കോപ്പർ പെപ്റ്റൈഡ്, മൾട്ടി പെപ്റ്റൈഡ് അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമ്മൾ പെപ്റ്റൈഡ്സ് സ്കിൻ കെയറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൈൻ ലൈൻസും പിമ്പിൾസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് പെപ്റ്റൈഡ്സ് നമുക്ക് ആക്റ്റീവ് ആക്നേസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരു തടയാനായിട്ട് പറ്റും. പക്ഷെ അതല്ല ഹീറോ ക്യാരക്ടർ പെപ്റ്റൈഡ്സ് അല്ല മോക്കുരു മാറാനായിട്ടുള്ളത്. സൈഡ് ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പെപ്റ്റൈഡ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈമിൽ യൂസ് ചെയ്യാമെങ്കിലും ഒരിക്കലും ഹീറോ ക്യാരക്ടർ ആയിട്ട് നമുക്ക് പെപ്റ്റൈഡ്സിനെ കരുതാനായിട്ട് പറ്റില്ല. പെപ്റ്റൈഡ്സ് ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വലുതായിട്ട് ഇറിറ്റേഷൻസ് പെപ്റ്റൈഡ്സ് തരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സെൻസിറ്റീവ് സ്കിൻ തൊട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യും. നമുക്ക് മോർണിംഗും നൈറ്റും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. ഫോർമുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പം ചില പെപ്റ്റൈഡ്സ് നമുക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, ചില നമുക്ക് എല്ലാ നേരത്തെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ സിയുടെ കൂടെയും റെറ്റിനോളിന്റെ കൂടെയും ഒരുമിച്ച് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ ലാക്ടേറ്റിംഗ് ആയിക്കോട്ടെ, പ്രഗ്നന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫേസിൽ ആക്റ്റീവ് ആക്നെ ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും പെപ്റ്റൈഡ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു റീസൺ ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാനുള്ള റീസൺ ആയിട്ട് മാറുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ റെറ്റിനോളിനും വിറ്റാമിൻ സിക്കും ഓരോരോ കുറെ ഡ്രോബാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ്സിന് ആ ഒരു ഡ്രോബാക്കും ഇല്ലാത്ത സാധനമാണ്. മാത്രമല്ല ഈ പെപ്റ്റൈഡ് ഈ പറയുന്ന ഹീറോ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ, അതായത് വിറ്റാമിൻ സിയുടെ കൂടെ റെറ്റിനോളിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് എന്താ നമ്മള് സച്ചിൻ ടെണ്ടുൽക്കർ സേവാഗ് കൂട്ടുകെട്ട് പോലെ അല്ലെങ്കിൽ ധോണി കോഹ്ലി കൂട്ടുകെട്ട് പോലെ അത്രയും ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പം ഹീറോ ഇൻഗ്രീഡിയന്റ് ആരെന്ന് വെച്ചാൽ പെപ്റ്റൈഡ് അല്ല. പെപ്റ്റൈഡ് എപ്പോഴും ഒരു സൈഡ് ക്യാരക്ടർ ആയിട്ട് നിന്ന് ആന്റി ഏജിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത സാധനമാണ്. നമ്മൾ അണ്ടറയിലുണ്ട റിങ്കിൾസ് ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാൻ പെപ്റ്റൈഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ചില സമയത്ത് വിറ്റാമിൻ സിക്കും റെറ്റിനോളിനും സ്കിൻ അണ്ടർ ഏരിയയിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതില്ലാണ്ട് നമ്മൾ അണ്ടറയിലെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഏരിയ ഒന്ന് കുറയ്ക്കാനായിട്ട് പെപ്റ്റൈഡ്സിന് പറ്റും. ഇനി വിറ്റാമിൻ സി റെക്കമെൻഡേഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിലെ വിറ്റാമിൻസ് നല്ലതാണ്. ഡെർമക്കോയിൽ ഉണ്ട് 5%, ഡെർമക്കോയിലും മിനിമലിസ്റ്റിലും 10% വിറ്റാമിൻ സി ഉണ്ട്, 20% ഡെർമക്കോയിൽ ഉണ്ട്, 15% ഫോക്സ്റ്റെയിൽ ഉണ്ട്, ഫിഷ് കെയറിലുണ്ട് ഓൾമോസ്റ്റ് 16% വിറ്റാമിൻ സി. ഇതെല്ലാം അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവിലോട്ട് പോവുകയാണെങ്കിൽ ഓർഡിനറിയിൽ ഉണ്ട് വിറ്റാമിൻ സി. അതുപോലെ തന്നെ നമ്മുടെ ക്ലെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വിറ്റാമിൻ സി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ലൈക്ക് അത് ഒരുപാട് പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്റെ ഒട്ടും ഫേവറേറ്റ് അല്ലാത്ത വിറ്റാമിൻ സി എന്ന് വെച്ചാൽ അത് ഗാർണിയറിന്റെ വിറ്റാമിൻ സി ആണ്. എനിക്കത് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നില്ല. ട്രിപ്പിൾ പവർ ഉണ്ടെങ്കിലും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് നയാസിനമൈഡ് ആണ്. റെറ്റിനോളിന്റെ റെക്കമെൻഡേഷനിലോട്ട് പോവുകയാണെങ്കിൽ മിനിമലിസ്റ്റിലുണ്ട് റെറ്റിനോൾ നല്ലതാണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിലെ റെറ്റിനോളിനകത്ത് പെപ്റ്റൈഡ് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. ഫോക്സ്റ്റൈലിലെ റെറ്റിനോൾ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ റെറ്റിനോൾ ബിഗിനേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ്. ഓലയുടെ റെറ്റിനോളും ബിഗിനേഴ്സിന് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. ത്രിതത്തിലെ റെറ്റിനോളും അത്യാവശ്യം നല്ലതാണ്. ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് കറന്റ് ഫേവറേറ്റ് റെറ്റിനോൾസ്. ഇനി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ റെറ്റിനോളിന്റെ ഫോമിലും
കിട്ടും. പക്ഷെ ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മിനിമലിസ്റ്റിലാണ് ഉള്ളത്. ഇപ്പൊ പ്രസന്റ്ലി റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിക്വല് പോലെയുള്ള മോയിസ്ചറൈസേഴ്സ് റെറ്റോൾസ് യൂസ് ചെയ്തിട്ട് അതിനകത്തോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി പെപ്റ്റൈഡ്സിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിലുണ്ട് നല്ലത്, ഹൈപ്പലുണ്ട്, ഓർഡിനറിയിൽ 2 ഉണ്ട്, കോൺഷ്യസ് കെമിസ്റ്റിലും അമീനോയിലും അത്യാവശ്യം നല്ല പെപ്റ്റൈഡ്സ് ഉണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡീകൺസ്ട്രക്റ്റിലും പെപ്റ്റൈഡ്സ് റെറ്റിനോളിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെർമക്കോഡ് സ്നെയിൽ മ്യൂസിനകത്ത് കുറച്ച് പെപ്റ്റൈഡ് ഉണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോയിസ്ചറൈസേഴ്സിൽ പെപ്റ്റൈഡ്സ് അടങ്ങി മോയിസ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പെപ്റ്റൈഡ് സെറത്തിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ 3 കോമൺലി യൂസ് ചെയ്യുന്ന ആന്റി ഏജിങ് ഇൻഗ്രീഡിയൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതൊക്കെ യൂസ് ചെയ്താലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏജിങ് പ്രോബ്ലം അല്ല, നമ്മൾ പ്രിമച്ചർ ഏജിങ്ങിനെയൊക്കെയാണ് നമ്മൾ ആന്റി ഏജിങ് എന്നൊക്കെ പറയുന്നത്. ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും ഒരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് മാറ്റണം എന്ന് തോന്നിയാൽ മാറ്റുന്നത് ഇഷ്യൂ അല്ല. ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ജസ്റ്റ് റെക്കമെൻഡേഷൻസ് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ നേരത്തെ വീഡിയോ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഔട്ട്.